നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മുന്നണികൾ മാറി മാറി ഭരിക്കുന്നതാണ് പതിവ്. അതായത് LDFും UDFും ഓരോ 5 വർഷം കൂടുന്തോറും കേരളത്തിൽ മാറി മാറി അധികാരത്തിലെത്താറുണ്ട്. ഈ 5 വർഷം LDF ഭരിച്ചാൽ അടുത്ത 5 വർഷം UDF ആയിരിക്കും ഭരിക്കുക, അടുത്ത 5 വർഷം നേരെ തിരിച്ചും. ഇങ്ങനെയാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു കീഴ്വഴക്കത്തിന് മാറ്റമുണ്ടാക്കിക്കൊണ്ട് 2016 മുതൽ 2021 വരെ കേരളം ഭരിച്ച LDF സർക്കാർ 2021 തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം നേടുകയാണ്. എന്തായാലും ഈ തുടർഭരണം നേടി ഇപ്പോൾ ഇതാ 2025 ആയിരിക്കുന്നു. 2026 അടുത്ത നിയമസഭാ ഇലക്ഷൻ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. എന്തായാലും UDF ഭരണം പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള നേതൃദാരിദ്ര്യമുണ്ട്. എല്ലാ നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിയാകണമെന്ന ഒരു വലിയ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ചരടുവലികൾ നടത്തുന്നുണ്ട്. പക്ഷേ കരുത്തുറ്റ ഒരു നേതൃത്വം അവർക്കില്ല. ഉള്ള നേതൃത്വം അവർ പരസ്പരം തമ്മിലടിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരിക്കൽ കൂടി അല്ലെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി LDFന് തുടർഭരണം ലഭിച്ചാൽ, മൂന്നാമതൊരിക്കൽ കൂടി LDF ഭരണത്തിൽ വന്നാൽ അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. LDFനെ തോൽപ്പിക്കുക എന്നുള്ളത് പഴയ പോലെ UDFനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല. കാരണം ഒരു മൂന്നാം രാഷ്ട്രീയ ശക്തിയായി NDA മറുഭാഗത്തുണ്ട്. അവർ മണ്ഡലങ്ങളിൽ വോട്ട് വലിയ രീതിയിൽ പിടിക്കുന്നുണ്ട്. അവർക്ക് സീറ്റുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി ഈ 30,000-ൽ പരം വോട്ടുകൾ നേടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആ മണ്ഡലങ്ങളിലൊക്കെ LDFനെ പരാജയപ്പെടുത്തുക എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാവുകയുമാണ്. എന്തായാലും ഭരണം അല്ലെങ്കിൽ ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനെ ചില സംഘടനാ സംവിധാനങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ മറികടന്നത്. ഇത്തവണ അതിന് കഴിയുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അതീവ ഗൗരവതരമായ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ജനവിരുദ്ധ ഭരണ നയങ്ങൾ, ഇതെല്ലാം തന്നെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഏത് വിധേനയും ഈ ഭരണത്തെ അവസാനിപ്പിച്ചാൽ മതി എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞതായിട്ടാണ് സൂചന. അതായത് സാമ്പത്തിക രംഗം വലിയ രീതിയിൽ തകിടം മറിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറവ് നിക്ഷേപം വരുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വികസനം നടക്കുന്ന സംസ്ഥാനമായിട്ടും കേരളം മാറിയിരിക്കുന്നു. എപ്പോഴും എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞ് കേരള സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയുമാണ്. പക്ഷേ ആ തന്ത്രം ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി BJPക്കൊപ്പം ഒരു സീറ്റിൽ ഒതുങ്ങിയത് നമ്മൾ കണ്ടതുമാണ്. ഇപ്പോഴിതാ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന വലിയൊരു ഭരണ നേട്ടമാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരികയാണ്. കേരള സർക്കാരിൻ്റെ ഒരു ഏജൻസി തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. തീർച്ചയായും വിലക്കയറ്റം എന്നത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. വിലക്കയറ്റം ഉണ്ടാക്കി വെച്ച സർക്കാരുകളൊന്നും തന്നെ തെരഞ്ഞെടുപ്പുകളിൽ നിലം തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ജനുവരിയിൽ, ഈ കഴിഞ്ഞ മാസം, ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ്. 6.76% കേരളത്തിലുണ്ടായ വിലക്കയറ്റം. അതേസമയം ദേശീയ ശരാശരി 4.31% മാത്രമാണ്. ഇത് ജനുവരിയിലെ മാത്രം പ്രതിഭാസമല്ല. കഴിഞ്ഞ കുറേ കാലമായി വിലക്കയറ്റം ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഡിസംബറിൽ 6.36 ആയിരുന്നു. അതേസമയം ദേശീയ ശരാശരി 5.22 മാത്രമായിരുന്നു. നവംബറിൽ 6.32, ദേശീയ ശരാശരി 5.48, ഒക്ടോബറിൽ 6.47, ദേശീയ ശരാശരി 6.21, സെപ്റ്റംബറിൽ 5.52, ദേശീയ ശരാശരി 5.41. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലൊക്കെ ദേശീയ ശരാശരിയോട് അടുത്തു നിന്നിരുന്ന കേരളത്തിലെ വിലക്കയറ്റം ജനുവരി എത്തുമ്പോൾ ദേശീയ ശരാശരി വളരെയധികം കുറയുകയും ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടും കേരളത്തിലെ വിലക്കയറ്റം ജനദ്രോഹപരമായി മുന്നോട്ട് തന്നെയാണ്. അത് ഏതാണ്ട് 7% അടുക്കുന്നു എന്നുള്ളത് ആശങ്കാജനകവുമാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്ന കണക്കനുസരിച്ച്, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു രീതി അനുസരിച്ച് 6% മാത്രമാണ് പരമാവധി എത്താൻ കഴിയുന്ന ഒരു വിലക്കയറ്റം. അതായത്
6% വരെ വിലക്കയറ്റം അത് മാനേജബിൾ ആണ്, അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ 6% മുകളിലേക്ക് വിലക്കയറ്റം ഒരിക്കലും പോയിക്കൂടാ. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും അതിൽ ഇടപെടേണ്ട ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് RBIയുടെ നയം. അതനുസരിച്ച് നോക്കിയാൽ 6.76%. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റമാണ് ഇതിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റം 9.9%, അതായത് ഇരട്ട സംഖ്യയിലേക്ക് കുതിക്കുന്നു എന്നാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ കാര്യം. ഇതാണ് മൊത്തത്തിലുള്ള വിലക്കയറ്റത്തെ 6.76% എത്തിച്ചിരിക്കുന്നത് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. എന്തായാലും പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വലിയ ഭരണ പരാജയം തന്നെയായി മാറുകയാണ്. പിണറായി വിജയൻ സർക്കാർ തന്നെ ഒരു വമ്പൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാജ്യത്തെ നമ്പർ 1 തൊഴിലില്ലായ്മ സംസ്ഥാനമായി മാറുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തെ നമ്പർ 1 വിലക്കയറ്റ സംസ്ഥാനമായി മാറുന്നു. പല ഉൽപ്പന്നങ്ങൾക്കും ഈ സംസ്ഥാനം ആശ്രയിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെയാണ്. അതാണ് ഈ വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൈദ്യുതി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് സർക്കാർ തന്നെ വലിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് വിലക്കയറ്റത്തിൽ കേരളത്തിലെ ജനങ്ങൾ നട്ടം തിരിയുകയാണ്. അങ്ങനെ ഒരു വിലക്കയറ്റം സൃഷ്ടിച്ച സർക്കാരിനെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ജനങ്ങൾ അരിയിട്ട് വാഴിച്ചിട്ടില്ല. അങ്ങനെ നോക്കിയാൽ പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപായമണി മുഴങ്ങുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.